ഓവറാക്റ്റീവ് ബ്ലാഡർ ഒരു കോമൺ പ്രോബ്ലം ആണ്, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കൊല്ലം LMX മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ വിശാൽ ബാലൻ പിള്ളൈ. ഡോക്ടർ, എന്താണ് OAB? ഓവറാക്റ്റീവ് ബ്ലാഡർ അഥവാ നമ്മൾ OAB എന്ന് വിളിക്കുന്നത് വെച്ചാൽ ബ്ലാഡർ വളരെ പെട്ടെന്ന് യൂറിൻ പോകണം എന്ന സിഗ്നൽ തരുന്ന ഒരു കണ്ടീഷനില്ല. അപ്പോൾ ബ്ലാഡർ ഫുൾ അല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് യൂറിൻ പോകണം എന്ന തോന്നലുണ്ടാവും ഈ ഒരു കണ്ടീഷനിൽ. അതാ OAB. ഡോക്ടർ, ഓവറാക്റ്റീവ് ബ്ലാഡറിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? നമുക്ക് പല കാരണങ്ങളുണ്ട് OAB ഉണ്ടാവാനായിട്ട്. വയസ്സാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ്, സ്ട്രോക്ക് ഉള്ള പേഷ്യന്റ്, പാർക്കിൻസൺ പേഷ്യന്റ്, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായാലും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായാലും, വീക്കം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കാര്യമില്ലാതെ നമുക്ക് OAB ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, OAB-യുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിംറ്റംസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് യൂറിൻ പോകാൻ ഒരു തോന്നൽ ഉണ്ടാവും, പല പ്രാവശ്യം യൂറിൻ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ, ചെറു തോന്നൽ വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ട് അത് യൂറിൻ ലീക്ക് ആവും, പിന്നെ യൂറിൻ പോകാൻ തോന്നിയാലും കുറച്ചേ പോകുകയേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ഓവറാക്റ്റീവ് ബ്ലാഡറിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഡോക്ടർ? മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്, അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കിയാലും നമുക്ക് അത് ട്രീറ്റ് ചെയ്തിട്ട് OAB മാറ്റാനും പറ്റും. OAB എന്ന കണ്ടീഷനുള്ള ഒരു വ്യക്തിക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ജനറൽ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് ടീ, കോഫി, ആൽക്കഹോൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതുപോലുള്ള കാഫീൻ കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാൽ, കാരണം ഇതൊക്കെ ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സ്. അപ്പോൾ അതിനൊന്ന് അവോയ്ഡ് ചെയ്താൽ നമുക്ക് OAB കുറയ്ക്കാം. കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ ബെഡ് ടൈം ഫ്ലൂയിഡ് കുടിക്കുന്ന, ഉറങ്ങുന്ന മുമ്പേ അധികം ഫ്ലൂയിഡ് കുടിക്കുന്ന അവോയ്ഡ് ചെയ്യണം. ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടാൽ ഏറ്റവും നല്ലത്. ഡോക്ടർ, എന്താണ് OAB? ഓവറാക്റ്റീവ് ബ്ലാഡർ അഥവാ നമ്മൾ OAB എന്ന് വിളിക്കുന്നത് വെച്ചാൽ ബ്ലാഡർ വളരെ പെട്ടെന്ന് യൂറിൻ പോകണം എന്ന സിഗ്നൽ തരുന്ന ഒരു കണ്ടീഷനില്ല. അപ്പോൾ ബ്ലാഡർ ഫുൾ അല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് യൂറിൻ പോകണം എന്ന തോന്നലുണ്ടാവും ഈ ഒരു കണ്ടീഷനിൽ. അതാ OAB. ഡോക്ടർ, ഓവറാക്റ്റീവ് ബ്ലാഡറിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? നമുക്ക് പല കാരണങ്ങളുണ്ട് OAB ഉണ്ടാവാനായിട്ട്. വയസ്സാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ്, സ്ട്രോക്ക് ഉള്ള പേഷ്യന്റ്, പാർക്കിൻസൺ പേഷ്യന്റ്, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായാലും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായാലും, വീക്കം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കാര്യമില്ലാതെ നമുക്ക് OAB ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, OAB-യുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിംറ്റംസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് യൂറിൻ പോകാൻ ഒരു തോന്നൽ ഉണ്ടാവും, പല പ്രാവശ്യം യൂറിൻ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ, ചെറു തോന്നൽ വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ട് അത് യൂറിൻ ലീക്ക് ആവും, പിന്നെ യൂറിൻ പോകാൻ തോന്നിയാലും കുറച്ചേ പോകുകയേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ഓവറാക്റ്റീവ് ബ്ലാഡറിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഡോക്ടർ? മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്, അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കിയാലും നമുക്ക് അത് ട്രീറ്റ് ചെയ്തിട്ട് OAB മാറ്റാനും പറ്റും. OAB എന്ന കണ്ടീഷനുള്ള ഒരു വ്യക്തിക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ജനറൽ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് ടീ, കോഫി, ആൽക്കഹോൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതുപോലുള്ള കാഫീൻ കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാൽ, കാരണം ഇതൊക്കെ ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സ്. അപ്പോൾ അതിനൊന്ന് അവോയ്ഡ് ചെയ്താൽ നമുക്ക് OAB കുറയ്ക്കാം. കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ ബെഡ് ടൈം ഫ്ലൂയിഡ് കുടിക്കുന്ന, ഉറങ്ങുന്ന മുമ്പേ അധികം ഫ്ലൂയിഡ് കുടിക്കുന്ന അവോയ്ഡ് ചെയ്യണം. ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടാൽ ഏറ്റവും നല്ലത്. ഡോക്ടർ, എന്താണ് OAB? ഓവറാക്റ്റീവ് ബ്ലാഡർ അഥവാ നമ്മൾ OAB എന്ന് വിളിക്കുന്നത് വെച്ചാൽ ബ്ലാഡർ വളരെ പെട്ടെന്ന് യൂറിൻ പോകണം എന്ന സിഗ്നൽ തരുന്ന ഒരു കണ്ടീഷനില്ല. അപ്പോൾ ബ്ലാഡർ ഫുൾ അല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് യൂറിൻ പോകണം എന്ന തോന്നലുണ്ടാവും ഈ ഒരു കണ്ടീഷനിൽ. അതാ OAB. ഡോക്ടർ, ഓവറാക്റ്റീവ് ബ്ലാഡറിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? നമുക്ക് പല കാരണങ്ങളുണ്ട് OAB ഉണ്ടാവാനായിട്ട്. വയസ്സാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ്, സ്ട്രോക്ക് ഉള്ള പേഷ്യന്റ്, പാർക്കിൻസൺ പേഷ്യന്റ്, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായാലും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായാലും, വീക്കം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കാര്യമില്ലാതെ നമുക്ക് OAB ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, OAB-യുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിംറ്റംസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് യൂറിൻ പോകാൻ ഒരു തോന്നൽ ഉണ്ടാവും, പല പ്രാവശ്യം യൂറിൻ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ, ചെറു തോന്നൽ വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ട് അത് യൂറിൻ ലീക്ക് ആവും, പിന്നെ യൂറിൻ പോകാൻ തോന്നിയാലും കുറച്ചേ പോകുകയേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ഓവറാക്റ്റീവ് ബ്ലാഡറിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഡോക്ടർ? മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്, അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ കോസ് എന്താണെന്ന് മനസ്സിലാക്കിയാലും നമുക്ക് അത് ട്രീറ്റ് ചെയ്തിട്ട് OAB മാറ്റാനും പറ്റും. OAB എന്ന കണ്ടീഷനുള്ള ഒരു വ്യക്തിക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ജനറൽ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് ടീ, കോഫി, ആൽക്കഹോൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതുപോലുള്ള കാഫീൻ കോൺസെൻട്രേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാൽ, കാരണം ഇതൊക്കെ ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സ്. അപ്പോൾ അതിനൊന്ന് അവോയ്ഡ് ചെയ്താൽ നമുക്ക് OAB കുറയ്ക്കാം. കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യണം. പിന്നെ ബെഡ് ടൈം ഫ്ലൂയിഡ് കുടിക്കുന്ന, ഉറങ്ങുന്ന മുമ്പേ അധികം ഫ്ലൂയിഡ് കുടിക്കുന്ന അവോയ്ഡ് ചെയ്യണം. ബ്ലാഡർ ട്രെയിനിങ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടാൽ ഏറ്റവും നല്ലത്. ഡോക്ടർ, എന്താണ് OAB? ഓവറാക്റ്റീവ് ബ്ലാഡർ അഥവാ നമ്മൾ OAB എന്ന് വിളിക്കുന്നത് വെച്ചാൽ ബ്ലാഡർ വളരെ പെട്ടെന്ന് യൂറിൻ പോകണം എന്ന സിഗ്നൽ തരുന്ന ഒരു കണ്ടീഷനില്ല. അപ്പോൾ ബ്ലാഡർ ഫുൾ അല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് യൂറിൻ പോകണം എന്ന തോന്നലുണ്ടാവും ഈ ഒരു കണ്ടീഷനിൽ. അതാ OAB. ഡോക്ടർ, ഓവറാക്റ്റീവ് ബ്ലാഡറിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? നമുക്ക് പല കാരണങ്ങളുണ്ട് OAB ഉണ്ടാവാനായിട്ട്. വയസ്സാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ്, സ്ട്രോക്ക് ഉള്ള പേഷ്യന്റ്, പാർക്കിൻസൺ പേഷ്യന്റ്, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായാലും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായാലും, വീക്കം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക്
കാര്യമില്ലാതെ നമുക്ക് OAB ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി ഡോക്ടർ. പബ്ലിക് അവയർനെസ് ഇനീഷ്യേറ്റീവ് ഫോർ ബ്ലാഡർ ഹെൽത്ത്